അഭിഭാഷകയോട് മോശമായി സംസാരിച്ചെന്ന വിവാദത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകും. മാപ്പു പറഞ്ഞ സാഹചര്യത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലെ കോടതി ബഹിഷ്കരണം ഏതായാലും അഭിഭാഷകർ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയം ഒറ്റയ്ക്ക് ഉന്നയിച്ച അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് വികസിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബഹിഷ്കരണ സമരം അവസാനിപ്പിച്ചെങ്കിലും കൂടുതൽ നിയമ നടപടികളിലേക്ക് അഭിഭാഷകർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഏതായാലും അല്പസമയം മുമ്പ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കോടതിയിലെ സിറ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. 3D കോടതിയിലാണ് ഇപ്പോൾ സിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തെ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ചിരുന്നത്. വനിതാ അഭിഭാഷകയോട് മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറി എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് അഭിഭാഷക അസോസിയേഷൻ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഒന്നടങ്കം പ്രതിഷേധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ വലിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ സിറ്റിംഗ് നിർത്തിവെച്ചത്. കഴിഞ്ഞ ദിവസം അസോസിയേഷൻ്റെ ജനറൽ ബോഡി കൂടിയിരുന്നു. അന്ന് തീരുമാനമാകാതെ തന്നെ പിന്നീട് ഇന്ന് രാവിലെ 9:30 ജനറൽ ബോഡി നടത്താൻ വീണ്ടും തീരുമാനിക്കുകയും അത്തരത്തിൽ ജനറൽ ബോഡി നടത്തുകയും ചെയ്തു. ഇതിൻ്റെ തീരുമാനപ്രകാരം അഭിഭാഷകർ ഏതായാലും ഈ ബഹിഷ്കരണം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണം എന്നൊരാവശ്യം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഈ അഭിഭാഷകർ വെച്ചിരിക്കുന്നു. അസോസിയേഷൻ ഒന്നടങ്കമാണ് ഇത്തരം ഒരു ആവശ്യം വെച്ചിട്ടുള്ളത്. ഏതായാലും കോടതിയുടെ സിറ്റിംഗ് പതിവ് പോലെ തുടരാനുള്ള തീരുമാനത്തിൽ അഭിഭാഷകർ എത്തി. അതുമായി സഹകരിക്കാൻ തന്നെ തീരുമാനിച്ചു. അതോടൊപ്പം ജോർജ് പൂന്തോട്ടത്തെ പുറത്താക്കിയ വിഷയം അതെന്താണ്? ലക്ഷ്മി, ഈ അസോസിയേഷനിൽ ഒരു പ്രശ്നം, ഈ അസോസിയേഷനിലെ മുതിർന്ന അംഗമായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അദ്ദേഹം ഈ വിഷയം കൃത്യമായി അസോസിയേഷനുമായി ചർച്ച ചെയ്യാതെ സ്വന്തം നിലയിൽ ഇത് വിഷയം ചർച്ച ചെയ്തു, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇത് തീരുമാനത്തിലേക്ക് ആ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ അസോസിയേഷൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള തീരുമാനത്തെ തുടർന്ന് ജനറൽ ബോഡി ഏതായാലും അവസാനിച്ചു. സിറ്റിംഗ് ഇപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്തു. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.